Hi everyone, welcome to Neo Home Tuitions. So, what's up? Good? Boring classes? Okay, school. Okay, at schools you are just having a boring classes. Okay, then. Yeah, okay. Yes, I'm good. I'm fine. Okay. Thank you. And അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, നമ്മളൊരു 19 പോയിന്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺ ദ പ്രീവിയസ് ക്ലാസ് വി വർ ഡിസ്കസിങ് അബൌട്ട് സം 19 പോയിന്റ്സ് ഹിയർ ആൻഡ് I had already said that we will be moving on to the different methods of finding the limits. അല്ലേ? അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ആ പോയിന്റ്സ് ഒന്ന് അറിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും വായിച്ചു നോക്കിയോ? Is there any doubts? Is it clear for you all? Okay then, okay. Okay, അപ്പോൾ നമുക്ക് മെത്തേഡ്സ് ഡിഫറെന്റ് മെത്തേഡ്സിലോട്ട് പോവാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ആൻഡ് ദ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഫാക്ടറൈസേഷൻ. തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് റാഷണലൈസേഷൻ. ആൻഡ് ദ ഫോർത്ത് മെത്തേഡ് ഇസ് ഫോർമുല. We will be solving the limits using the formula. Okay, അപ്പോൾ നമുക്ക് ഓരോ മെത്തേഡ്സ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ലിമിറ്റ് കണ്ടുപിടിക്കുക എന്നാണ് നോക്കാൻ പോകുന്നത്. So we will be seeing the method through an example. Okay, അപ്പോൾ ഒരു എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: ലിമിറ്റ് x ടെൻഡ്സ് ടു 3 x സ്ക്വയർ പ്ലസ് 4 ഹോൾ ഡിവൈഡഡ് ബൈ x മൈനസ് 2. നമ്മുടെ മെത്തേഡിന്റെ പേരെന്താണ്? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഒന്നുമില്ല, നെയിം പോലെ തന്നെ we have to just directly substitute the value, that is the point given, into the given function. Okay, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള പോയിന്റ് 3 ആണ് and the function given here is x square plus 4 whole divided by x minus 2. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. അതായത് 3 ആണ് തന്നിട്ടുള്ള പോയിന്റ്. സോ അറ്റ് ദ പ്ലേസ് ഓഫ് x you have to substitute the point 3. സോ അപ്പോൾ എന്ത് വരും? 3 സ്ക്വയർ പ്ലസ് 4 ഹോൾ ഡിവൈഡഡ് ബൈ 3 മൈനസ് 2. അപ്പൊ എന്ത് സംഭവിക്കും? 3 സ്ക്വയർ പ്ലസ് 4 എന്ന് പറയുന്നത് എന്താണ്? യെസ്, 9 പ്ലസ് 4 ഹോൾ ഡിവൈഡഡ് ബൈ 3 മൈനസ് 2 എന്ന് പറയുന്നത് 1 ആൻഡ് 9 പ്ലസ് 4 എന്ന് പറയുന്നത് എന്താണ്? 13. സോ ദ വാല്യൂ ഇസ് 13. ഇതാണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ? ഒന്നുമില്ല, പേര് പോലെ തന്നെ, just directly substituting the given point to the function. Okay, okay then. Second method എന്ന് പറയുന്നത് എന്താണ്? ഫാക്ടറൈസേഷൻ. ഫാക്ടറൈസേഷനിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് we can just see through an example. Okay, ഇതെന്ന് പറയുന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ മെത്തേഡ് ഓഫ് ഫാക്ടറൈസേഷൻ ആണ്. അതായത് ലിമിറ്റ് x tends to a f of x by g of x is such that g of a equal to 0 equal to f of a, then x minus a is the factor of numerator and denominator. ഇതൊന്നുമില്ല, f of limit x tends to a f of x by g of x എന്ന ഫോമിലാണ് തന്നിട്ടുള്ള ഫംഗ്ഷൻ എങ്കിൽ അതിൽ g of a യും f of a യും 0 ആണെങ്കിൽ, അതായത് ഈ പോയിന്റ് a എന്ന് പറയുന്ന പോയിന്റ് f of x ലും g of x ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് 0 ആണ് വരുന്നതെങ്കിൽ then the meaning is x minus a is the factor of numerator and denominator. A statement നിങ്ങൾക്ക് confusions, just this is a simple statement. If there is any confusions we can just move on to the example. കാരണം ഈ ഒരു എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് എന്ന് ക്ലിയർ ആവും. ഓക്കെ, അവർ ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡയറക്ട്ലി ഈ 2 എന്ന് പറയുന്ന പോയിന്റ് സപ്പോസ് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? 2 സ്ക്വയർ 4 minus 4 whole divided by, ഇവിടെ 2 square it is 4 minus and 3 2s are 6 plus 2. അപ്പൊ എന്ത് വരും? 4 minus 4 0 വന്നു and at the denominator side it will be minus 2 plus 2 അല്ലേ? അപ്പോൾ അത് again 0 ആണ്, 0 by 0 എന്ന് പറഞ്ഞിട്ട് വരും അല്ലേ? അപ്പോൾ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഇഫ് യു ആർ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ പോയിന്റ് ഗിവൺ ഇൻ ടു ദ ഫംഗ്ഷൻ ആൻഡ് ഇഫ് യു ആർ ഗെറ്റിംഗ് ദ വാല്യൂ 0, then we have to opt the method factorization method. Okay, ഇങ്ങനത്തെ കേസുകളിലാണ് നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ?
അപ്പൊ എന്താണ് ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞുതരാം. ഫാക്ടറൈസേഷൻ പറഞ്ഞാൽ ഐ തിങ്ക് യു ഹാഡ് സ്റ്റഡീഡ് ഇൻ ദ സ്മോളർ ക്ലാസ്. ഫാക്ടറൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമുക്ക് മാക്സിമം സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ലിമിറ്റ് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം തന്നിട്ടുള്ള ഫംഗ്ഷനെ? യെസ്, വെരി ഗുഡ്. കണ്ടോ, ഞാൻ സ്ലൈഡ് നോക്കിയപ്പോ കണ്ടുല്ലേ? അങ്ങനെ പറഞ്ഞതാണോ? അല്ല, സ്വന്തമായിട്ട് ആലോചിച്ച് പറഞ്ഞതാണ്. ഓക്കെ, ദെൻ വെരി ഗുഡ്. ഓക്കെ, സോ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? എക്സ് സ്ക്വയർ മൈനസ് 4നെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്സ് മൈനസ് 2, അതായത് എക്സ് സ്ക്വയർ മൈനസ് 4നെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന് പറയുന്നത് എന്താ? 2 സ്ക്വയർ അല്ലേ? എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. സോ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എക്സ് മൈനസ് 2 എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ന്യൂമറേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ആൻഡ് ദ ഡിനോമിനേറ്റർ പാർട്ടിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? വി ക്യാൻ ജസ്റ്റ് we can just use the factorization method. നിങ്ങൾ factorization method പ്രീവിയസ്, അതായത് 10th പഠിച്ചിട്ടുണ്ട് അല്ലെ? രണ്ട് രീതിയിൽ നമുക്ക് ഈ മെത്തേഡ്, ഈ തന്നിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷനെ ഫാക്ടറൈസ് ചെയ്തെടുക്കാം. ഒന്നെന്ന് പറയുന്നത് ഡിസ്ക്രിമിനന്റ് മെത്തേഡ് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ്. യു ക്യാൻ ചൂസ് എയ്തർ ദ സ്പ്ലിറ്റിംഗ് ദ മെത്തേഡ് ആൻഡ് ഓർ ദ ഡിസ്ക്രിമിനന്റ് മെത്തേഡ്. ഓക്കെ, ഏത് ചെയ്താലും നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് വാല്യൂസ് കിട്ടും. മറന്നുപോയോ അതൊക്കെ? അതൊക്കെ ഇവിടെ യൂസ് ചെയ്യണം കേട്ടോ. സോ നമുക്ക് അങ്ങനെ ഡിസ്ക്രിമിനന്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2ന് നമ്മൾ എഴുതുന്നതാണ് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന്. ഓക്കെ, ആൻഡ് ഇതിൽ എന്ത് സംഭവിക്കും? ഇതിൽ എക്സ് മൈനസ് 2ഉം എക്സ് മൈനസ് 2ഉം എന്തായി പോകും? ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി എന്തേ ഉള്ളൂ? എക്സ് പ്ലസ് 2 ബൈ എക്സ് മൈനസ് 1. ലിമിറ്റ് ഇട്ട് കൊടുക്കണം. നമ്മൾ ഫൈനൽ ആയിട്ട് ലിമിറ്റ് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വരെ, ആ സ്റ്റെപ്പ് വരെ നമ്മൾ ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, ലിമിറ്റ് എക്സ് ടെൻസ് ടു എന്ന് പറയുന്ന സ്റ്റെപ്പ് എഴുതിയിട്ടേ വരണം. ഓക്കെ, സോ ഇങ്ങനെ വരും. ഇനി ഇതിന് ഫർദർ സിംപ്ലിഫിക്കേഷൻസ് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല, ഇത്രേ പറ്റുള്ളൂ. അപ്പൊ ഇനി ഡയറക്റ്റ് ആയിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ഈ 2 എന്ന് പറയുന്ന ലിമിറ്റ് പോയിന്റ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 2 പ്ലസ് 2 ഹോൾ ഡിവൈഡ് ബൈ 2 മൈനസ് 1 എന്ന് പറഞ്ഞിട്ട് വരും. ആൻസർ എന്താണ്? 4 അല്ലേ? 2 പ്ലസ് 2 എന്ന് പറയുന്നത് 4 ആണ് ആൻഡ് 2 മൈനസ് 1 എന്ന് പറയുന്നത് 1 ആണ്. സോ 4 ബൈ 1 എന്ന് പറയുന്നത് 4 and the final answer is 4. Clear ആയോ? Is it clear for you? Okay then. So ഈ രണ്ട് മെത്തേഡ്സ് നല്ല പക്കായിട്ട് പഠിക്കുക. ഇതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെക്സ്റ്റിലെ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ആൻഡ് we will be discussing it on the next class. Okay. Okay then. Thank you. Bye.